മക്കളെ, ഇപ്പം നമ്മൾ റീനീറ്റ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോഴേ കുറേ ആളുകളുടെ ഉള്ളിലൊരു പ്രശ്നം എന്താണെന്നറിയോ? എക്സാം ടഫാവോ, ഇതെനിക്കിനി നേടിയെടുക്കാൻ പറ്റുമോ? ഇതാണ് പല കുട്ടികളുടെ ഉള്ളിലെ പ്രശ്നം. എന്തായാലും ഏകദേശം നമുക്ക് തീരുമാനമായി കഴിഞ്ഞു എക്സാം നടക്കുമെന്നുള്ളത്. ഇത്രയും കാലം നടക്കുമെന്നായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു അന്നൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഗ്രേസ് മാർക്ക് കൊടുത്ത ആളുകളെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇത്രയും ആളുകൾക്ക് 1563 കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു. അവർക്ക് മാത്രം റീ എക്സാം നടക്കുമെന്നായിരുന്നു. ഇപ്പോൾ തെളിവുകൾ കുറേ മുന്നിലേക്ക് എത്തി. ഇതിൽ കുട്ടികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെന്നുള്ളത്. എല്ലാവർക്കും വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സാം നടന്നു കഴിഞ്ഞാൽ. അപ്പം എന്താണെങ്കിലും ശരി, നമ്മളിത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഇനി അത് മാത്രമല്ല, എക്സാമിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ കുട്ടികളുണ്ട്. നിങ്ങൾ നല്ലപോലെ പഠിച്ചായിരിക്കാം, നല്ല എഫേർട്ട് എടുത്തായിരിക്കാം, നിങ്ങളുടെ കൂടെ നിങ്ങളെക്കാളും മാർക്ക് കുറഞ്ഞ കുട്ടികൾ ടോപ്പ് സ്കോർ വാങ്ങിച്ചിട്ടും ഉണ്ടാവും. പക്ഷെ അവരുടെ അത്ര നിങ്ങൾക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇത് ഏറ്റവും വലിയൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ഓരോരാളും മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. മക്കളെ, ഇനി പറയാനുള്ള കാര്യം, എക്സാം ടഫാവോ എന്നുള്ള ചോദ്യമാണ് പല ആളുകളുടെയും മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ കളിക്കുന്നത്. ഒരിക്കലും റീ എക്സാം എന്ന് പറയുമ്പോൾ അത് ഓവർ ടഫാക്കാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഒരിക്കലും വലിയൊരു ടഫായിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 കൊല്ലവും 2 കൊല്ലവും 3 കൊല്ലവും വരെ കഷ്ടപ്പെട്ടിട്ട് ഇനി നാളത്തെ എക്സാം, അതായത് നല്ല റിസൾട്ടും വാങ്ങിയിട്ട് ഇത് കയറാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങളിൽ പലരും. പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ ഒരു എക്സാം വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനത് വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇത്രയും കാലം കറക്റ്റായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കി പോയ കുട്ടികളാണ് നിങ്ങൾ. അതേ സ്ട്രാറ്റജി വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. ഉറപ്പായിട്ടും ഈ ഒരു സ്റ്റഡി എല്ലാവർക്കും ബ്രേക്ക് ആയിട്ടുണ്ട്. 2 മാസത്തിനടുത്തായി, നമ്മളിതാ 1.5 മാസം കഴിഞ്ഞു. നമ്മൾ ഇനി പെട്ടെന്ന് ഈ ഒരു എക്സാം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ എക്സാമും കൂടെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാലോ നമ്മുടെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടും. അപ്പോൾ ഒരിക്കലും എക്സാം ഇനിയും ബുദ്ധിമുട്ടുന്നൊരവസ്ഥ, ആ ഒരു സാഹചര്യം എന്തായാലും മക്കൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ടെൻഷൻ ഓർത്തുകൊണ്ട് ഇനി ഞാൻ എന്താക്കും ചിന്തിക്കരുത്. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം നമ്മൾ പഠിച്ചത് മാത്രമേ ചോദിക്കൂ. അത്രയും നല്ലൊരു എക്സാം ആയിരിക്കുന്നു തന്നെ മനസ്സിന് പറഞ്ഞ് നിങ്ങൾ സെറ്റാക്കുക. പക്ഷെ ഒരു ആവറേജ് ലെവൽ എക്സാമിനെ നിങ്ങൾ മനസ്സിൽ കാണേണ്ടിയിരിക്കുന്നു. അത്രയും ഈസി ആവില്ല, വലിയ ബുദ്ധിമുട്ടിക്കുന്ന എക്സാമും ആവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രിയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തേ പറ്റൂ. കെമിസ്ട്രിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 2-3 ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടിച്ചേക്കാം. ഫിസിക്സിലും ഇതുപോലെ 2-3 ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടായേക്കാം. ബയോ സൈഡിലേക്ക് വരുന്ന സമയത്ത് സുവോളജിയിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കാം. ബോട്ടണിയും കൂടെ ചേർന്ന് വരുമ്പോൾ അവിടെയും ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ മനസ്സിനെ നമ്മൾ സെറ്റാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും റീ എക്സാം വലിയ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എക്സാം ആവില്ല. റീ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരിക്കും. ഇപ്പോഴും നമ്മുടെ മുന്നിൽ പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട്. ഇനിയും നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയോ അവിടെ നിന്നൊരു തീരുമാനം വരട്ടെ, അവരൊരു മറുപടി പറയട്ടെ, എന്നിട്ട് തുടങ്ങാമെന്ന് ആലോചിച്ച് നിൽക്കരുത്. ടോപ്പേഴ്സായിട്ടുള്ള പല കുട്ടികൾക്കും ഈ കേരളത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നേരത്തെ മെസ്സേജുകൾ പോയി കഴിഞ്ഞു. പഠിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പലരും അത് അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മക്കളെ, ഇനിയും ഈ സോഷ്യൽ മീഡിയ നോക്കിയിരുന്നുകൊണ്ട് യൂട്യൂബും മറ്റും നോക്കി ന്യൂസിൻ്റെ പിന്നാലെ നോക്കിയിരിക്കാതെ പഠിക്കാൻ തുടങ്ങുക. എങ്ങനെയാണോ നിങ്ങൾ കഴിഞ്ഞ ദിവസം മുന്നേ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് അതുപോലെ തന്നെ പഠിക്കാൻ തുടങ്ങുക. പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. അവസാന സമയത്ത് പെട്ടെന്നൊരു എക്സാം വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുതൽ, ഈ മൊമെൻറ്റ് മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ഇത് നടക്കാതിരിക്കാം. അങ്ങനെ നടക്കാതിരിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ അപ്പോഴല്ലേ, അപ്പോൾ നിങ്ങളത് ലീവ് ചെയ്തേക്ക്, വിട്ട് കളഞ്ഞേക്ക്, ചിന്തിക്കുക വേണ്ട. പക്ഷേ അല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ അതിന് തന്നെ മുന്നിൽ കണ്ടേ പറ്റൂ. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ JPCയിൽ പഠിക്കാത്ത കുട്ടിയാണ്, ഹെൽപ്പ് വേണമെന്നാണെങ്കിൽ നമ്മുടെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അവരുടെ കൂടെ കൂടാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ അവരുടെ എക്സാംസും എഴുതിയിട്ട് അവരുടെ മൊഡ്യൂൾസും മോഡൽസും എഴുതിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നാണ് നിങ്ങൾക്ക് വരാം JPCയിലേക്ക്. ഇവിടെ ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടുത്തെ ടീച്ചേഴ്സ് ഒന്നിച്ചുണ്ടാവും. ഓരോ മൊഡ്യൂൾസിൻ്റെ കൂടെ അവരുടെ ആ ഡിസ്കഷൻസും അവർക്ക് എന്തൊക്കെ സപ്പോർട്ട് വേണമെന്നുള്ള രീതിയിൽ ആ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് JPCൻ്റെ ടീച്ചേഴ്സ് അവരുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്കും നിങ്ങൾ എവിടെയാണോ എന്താണോ ഒന്നും അറിയണ്ട. നിങ്ങൾക്ക് വരാൻ ഇഷ്ടമുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് വരാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്കും പഠിച്ചു തുടങ്ങാം. ഇനി അഥവാ റീനീറ്റ് നടക്കാത്തൊരു സാഹചര്യം, വളരെ കുറഞ്ഞൊരു ശതമാനം അത് നടക്കാതെ വന്നേക്കാം.
അങ്ങനെ വന്നാലും നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ച മാർക്ക് അവിടെ തന്നെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, മാർക്കിൽ ഇപ്പോഴും എത്തിപ്പെടാൻ പറ്റുമെന്നൊക്കെ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ ഇനിയും എൻ്റെ മുന്നിൽ കിട്ടിയേക്കുന്ന ഈ സാധ്യത ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും നല്ല റിസൾട്ട് ആക്കിയിട്ട് ഞാൻ മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വാ, നമുക്ക് JPCയിൽ ഒന്നിച്ച് നിന്നിട്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. അവസാനം വരാൻ പോകുന്ന ചിലപ്പോഴും ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് സൺഡേ എന്തോ ആവട്ടെ, അങ്ങനെ ഒരു എക്സാം വരികയാണെങ്കിൽ അന്ന് ഒന്നിച്ചെന്ന് പോരാടാം. ഞങ്ങളുണ്ടാവും കൂടെ. അപ്പോൾ മക്കളെ, എക്സാം എന്തായാലും ടഫാവില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ആവറേജ് എക്സാം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് പോവാം. നമ്മൾ പഠിച്ചല്ലാതെ ഒന്നും ചോദിക്കൂല അവിടെ. നിങ്ങൾക്ക് അറിയുന്ന മാത്രമേ ചോദിക്കൂ. അപ്പം കൂടെ ഉണ്ടാവും JPCയിലെ ടീം. ഓക്കെ മക്കളെ, താങ്ക് യു.